ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ഇന്നലെ ഈ ഒരു കേക്കിൻ്റെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇത്രയും ഡാർക്ക് കളർ എങ്ങനെ കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഈ ഒരു ഡാർക്ക് കളർ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ടു നോക്കാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഒരു കേക്കിന് ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 1 kg ആണ് ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത്. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ 5 ഇഞ്ച് സൈസിലാണ് ഈ ഒരു കേക്കിന് ചെയ്തിട്ടുള്ളത്. ടോൾ കേക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ഒരു ലൈറ്റ് റെഡ് കളർ വന്നിട്ടുള്ള ഫൈനൽ കോട്ടിങ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബർഗണ്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബർഗണ്ടി നമ്മൾ സാധാരണ മെറൂൺ കളറിനാണ്, ഡാർക്ക് മെറൂണായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ ഞാനിവിടെ ഇതേപോലെ ലൈറ്റ് കളറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ക്രീം വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്യാൻ നല്ല ഷാർപ്പ് എഡ്ജാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചിലും അതുപോലെ 7 ഇഞ്ചിലൊക്കെ ഉള്ള കേക്കിനെ എങ്ങനെ ഇതുപോലെ 5 ഇഞ്ച് സൈസിലാക്കിയിട്ട് ടോൾ കേക്കായിട്ട് ചെയ്യാന്നുള്ളതൊക്കെ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ 2 പ്രാവശ്യമായിട്ട് 5 ഇഞ്ച് സൈസിൽ ബേക്കിംഗ് ടിന്നിൽ 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ 8 ഇഞ്ച് സൈസിലുള്ളതിനെ ഇതുപോലെ 5 ഇഞ്ച് സൈസിലാക്കിയിട്ട് ടോൾ കേക്ക് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടി കഴിയും കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഒന്ന് കയറിയിട്ട് കണ്ടു നോക്കുക. ഫൈനൽ കോട്ടിങ്ങും എല്ലാം ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് കൂൾ ചെയ്തെടുത്തിട്ടുള്ള കേക്കാണിത്. ഇതിൻ്റെ മുകളിൽ റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗണേഷാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് കളറ് ചേർത്തിട്ടാണ് കേട്ടോ ഇത്രയും നല്ല ഡാർക്ക് റെഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല തിക്കായിട്ടുള്ള ഗണേഷാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ മാജിക് കളേഴ്സിൽ റെഡ് കളർ തന്നെ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ ഇത്രയും ഡാർക്ക് കളർ കിട്ടൽ ചാൻസ് കുറവാണ്. അപ്പോൾ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത് നമ്മൾ ചോക്ലേറ്റിലൊക്കെ ആഡ് ചെയ്യണ ക്യാൻഡി കളറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ക്യാൻഡി കളർ നമ്മൾ യൂസ് ചെയ്യണത് ചോക്ലേറ്റിൽ കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു കളറാണ് ഞാൻ ഈ ഒരു ഗണേഷിൽ ചേർത്തിട്ടുള്ളത്. റെഡ് കളർ ചേർത്തപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു റെഡാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. എന്താ പറയുക, നല്ല ഡാർക്ക് റെഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക വ്ളോഗ് പോലെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്നുള്ളത് തോന്നിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഡാർക്ക് റെഡ് വേണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഈ ഡാർക്ക് റെഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും കളർ യൂസ് ചെയ്യണം, അതിനനുസരിച്ച് വായിലൊക്കെ ആവും എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു മാക്സിമം ഞങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിൻ്റെ കളറും അയച്ചു നല്ല ഡാർക്ക് റെഡായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഐഡിയയിൽ ചെയ്ത് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ട് നല്ല തിക്കായിട്ടുള്ള ഗണേഷാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും നമുക്കത് കേക്കിൽ നിന്ന് ഒലിച്ചു പോവുകയോ ഒന്നും ചെയ്യില്ല. നല്ല ഡാർക്ക് റെഡ് കളറായിട്ട് അവിടെ സെറ്റ് ആയി നിൽക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ നമ്മൾ കൂടുതലൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, അധികമൊന്നും ചേർത്തിട്ടില്ല. എന്നാലും നമുക്ക് നല്ല റെഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല ഡാർക്ക് റെഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കസ്റ്റമൈസ്ഡ് കേക്കൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് നല്ല തിക്കാക്കിയിട്ട് ചെയ്യാം. അതായത് ഗണേഷും ചോക്ലേറ്റും അതുപോലെ ഫ്രഷ് ക്രീമും നന്നായിട്ട് തന്നെ മെൽറ്റാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ കളർ ചേർത്ത് കൊടുക്കുക. ഡബിൾ ബോയിലും മെത്തേഡിൽ മെൽറ്റാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉള്ള മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ടോൾ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഫ്ലവേഴ്സാണ് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ ഒരു കേക്കിൽ ഞാൻ 2 ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിനെ പറ്റിയിട്ട് മുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലവേഴ്സ് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ട് മിസ്റ്റർ ആൻഡ് മിസ്സിൻ്റെ ഒരു സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. സിൽവർ കളറിലാണ് കേട്ടോ സ്റ്റിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആ സ്റ്റിക്ക് പ്രത്യേകം കാണുന്നില്ല. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. നല്ല ഡാർക്ക് റെഡ് കളറിലുള്ള ഒരു കേക്കാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ കുറേ പേരുടെ പ്രോബ്ലം ആയിരുന്നു ഒരു കേക്കിൽ ഡാർക്ക് കളർ വരുന്ന സമയത്ത് കയ്യിലും വായിലും കളറാവും, അതുപോലെ തന്നെ ക്രീമിന് കയ്പ്പ് ടേസ്റ്റ് വരും എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു മെത്തേഡിൽ ഇതുപോലെ ഡാർക്ക് കേക്കുകളൊക്കെ ചെയ്ത് നോക്കുക, ഡാർക്ക് കളറിലുള്ള. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും, അതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിക്കണം, അതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ബേക്കേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അതൊരു യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്